മിനിമം 10ാം ക്ലാസ് പാസ്സായവരാണോ? എന്നാൽ നിങ്ങൾക്കിതാ ഇപ്പോൾ ഒരു സുവർണ്ണ അവസരം. 10ാം ക്ലാസ് +2 ഡിഗ്രി പാസ്സായ വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ ഇതാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലേക്ക് സെലക്ഷൻ പോസ്റ്റ് ഫേസ് 14ലേക്ക് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നു. 380ഓളം സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലേക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. നിലവിൽ 3000-ലധികം വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വ്യത്യസ്ത ഏജ് ലിമിറ്റാണ് പറയുന്നത്. നിരവധി ഏജ് ലിമിറ്റുകളിലൂടെ പറയുന്നുണ്ട്. 18 വയസ്സിന് 25 വയസ്സിനിടയിൽ പ്രായമുള്ളവർ, 18 വയസ്സിന് 27 വയസ്സ് വരെ പ്രായമുള്ളവർ, 18 വയസ്സ് 28 വയസ്സ് വരെ പ്രായമുള്ളവർ, 18 വയസ്സിന് 35 വയസ്സിനിടയിൽ പ്രായമുള്ളവർ, 20-25 വയസ്സ്, 20-30 വയസ്സ്, 21-27 വയസ്സ്, 21-28 വയസ്സ്, 22-28 വയസ്സ്, 23-28 വയസ്സ് തുടങ്ങി വ്യത്യസ്ത ഏജ് കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളാണ്. കൂടാതെ SC/ST 5 വർഷത്തെ ഏജ് റിലാക്സേഷനും, OBCക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും, PWDക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഓരോ തസ്തികയിലേക്കുമുള്ള ടോട്ടൽ വേക്കൻസികളെ പറ്റി നോക്കാം. നോട്ടിഫിക്കേഷൻ്റെ അവസാന പേജുകളിലൊക്കെയാണ് ഏത് റീജിയനിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ പോസ്റ്റിലേക്കാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. 380-ലധികം ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ SCക്ക് 346 വേക്കൻസി, STക്ക് 185 വേക്കൻസി, OBCക്ക് 667 വേക്കൻസി, URന് 1534 വേക്കൻസി, EWCന് 271 വേക്കൻസി തുടങ്ങി ടോട്ടൽ 3003 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ആപ്ലിക്കേഷൻ ഫീസായിട്ട് 100 രൂപ ചോദിക്കുന്നുണ്ട്. കൂടാതെ SC/ST, PWD, എക്സ് സർവീസ്മാൻ അവർക്കൊക്കെ ഈ പറയുന്ന ഫീസ് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റിനും ഫീസ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫീസ് റിലാക്സേഷൻ ഉള്ളവർക്ക് തന്നെ നല്ല മികച്ച അവസരമാണ്. എല്ലാ തസ്തികകളിലേക്കും പൂർണ്ണമായി അപേക്ഷിക്കാൻ സാധിക്കും. ഇതിൽ ഒരു എടുത്തു പറയുന്നുണ്ട്, ഓരോ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴും പ്രത്യേകം 100 രൂപ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫീസ് ഇളവ് കിട്ടുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമായിട്ട് തന്നെ എടുക്കാം. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അവസാന തീയതിയായ 4/5/2026 മുമ്പ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. പ്രത്യേക നോട്ട് ചെയ്യുക, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 4/5/2026 ആണ്. അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത തീയതി 13/4/2026 ആണ്. എക്സാം വഴിയാണ് സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. എക്സാമിൻ്റെ രീതി നോക്കണമെന്നുണ്ടെങ്കിൽ 60 മിനിറ്റ് തൊട്ട് 200 മാർക്കിൻ്റെ എക്സാമാണ്. ജനറൽ അവയറൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് തുടങ്ങിയവയാണ് എക്സാമിൻ്റെ സിലബസ്. ജനറൽ ഇൻ്റലിജൻസ് 25 ക്വസ്റ്റ്യൻ, മാക്സിമം 50 മാർക്ക്. ജനറൽ അവയറൻസ് 25 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. ഓരോ ക്വസ്റ്റിന് 2 മാർക്ക് വെച്ചാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ തെറ്റുത്തരത്തിന് 1/2 മാർക്ക് വെച്ച് കുറയ്ക്കുന്നതാണ്. 0.5 മാർക്ക് വെച്ച് കുറയ്ക്കുന്നതാണെന്ന് എടുത്ത് പറയുന്നു. ഇനി ഓരോ വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള എക്സാം സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10ാം ക്ലാസ് ഉള്ളവരുടെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് +2 ഉള്ളവരുടെ സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിഗ്രി ഉള്ളവരുടെ സിലബസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി കേരളത്തിൽ എക്സാം സെൻറ്റർ എവിടെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. കേരളത്തിൽ കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, തൃശ്ശൂർ, ആലപ്പുഴ, മലപ്പുറം തുടങ്ങിയ ജില്ലകളിലാണ് എക്സാം സെൻറ്റർ നിലവിൽ ഉള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ തസ്തികകളിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതൊരു മികച്ച അവസരമാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി അവസാന ഡേറ്റിന് മുമ്പായ 4/5/2026 മുമ്പായി അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ റെഗുലറായിട്ട് കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തിരിക്കാം. ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം പറ്റുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായും അപ്ലൈ ചെയ്യുക. മികച്ചൊരു അവസരം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്.